വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. സൂചിപ്പാറയിലെ സൺറൈസേഴ്സ് വാലിയിൽ പ്രത്യേക തെരച്ചിൽ നടത്തും. വ്യോമസേന ഹെലികോപ്റ്റർ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തുക. ചാലിയാറിൽ അടക്കം മറ്റിടങ്ങളിലും വിശദമായ പരിശോധനയാണ് തുടരുന്നത്. 402 പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. 180 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അതേസമയം കാണാതായവരെക്കുറിച്ച് കൃത്യമായ വിവരമില്ല എന്ന് കഴിഞ്ഞ ദിവസവും മന്ത്രി എ കെ ശശീന്ദ്രൻ ആവർത്തിച്ചിരുന്നു. വിവരങ്ങളുമായി MG മിഥുൻ ആണ് ചേരുന്നത്. മിഥുൻ, 8ാം ദിവസത്തെ തെരച്ചിൽ ആരംഭിക്കുന്നു. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട്. കൃത്യമായൊരു ഡേറ്റ ഇപ്പോഴുമില്ല എന്ന് തന്നെയാണല്ലോ സർക്കാരിന്റെ പ്രതികരണം. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, 8ാം ദിനം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ രാവിലെ മുതൽ തന്നെ ചെറിയ രീതിയിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. അത് ചെറിയ രീതിയിൽ ഈ ഒരു രക്ഷാദൌത്യത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പുഴയിൽ ഒഴുക്ക് അത് ശക്തിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് വലിയൊരു വെല്ലുവിളിയായി മാറുന്നു എന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറയുകയും ചെയ്യുന്നത്. അല്പസമയത്തിന് മുമ്പ് എ കെ ശശീന്ദ്രനും ഒപ്പം തന്നെ കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ എത്തി സന്ദർശനം നടത്തുകയും ഒപ്പം തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എത്തി കാര്യങ്ങൾ വിലയിരുത്തി പോവുകയും ചെയ്തു. അതായത് ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ടൊരു 6 സെക്ടറാക്കി തിരിച്ചുകൊണ്ട് ഉള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൺറൈസേഴ്സ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു തെരച്ചിൽ അന്വേഷണം നടക്കുന്നത്. അവിടെ എയർലിഫ്റ്റ് സംവിധാനത്തോടു കൂടി ഹെലികോപ്റ്ററിൽ 12 അംഗ സംഘം എത്തി. അവിടെ അതിനൊപ്പം 6 സേനാംഗങ്ങളുണ്ട്. വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വിദഗ്ധ സംഘങ്ങളാണ് അവിടേക്ക് എത്തുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ ലഭ്യമാകുമോ എന്നുള്ളതാണ് അവിടെ പരിശോധിക്കുന്നത്. അതിനുശേഷം അവ കണ്ടെത്തിയാൽ അത് മറ്റൊരു ഹെലികോപ്റ്റർ മാർഗം തിരികെ എയർലിഫ്റ്റ് ചെയ്ത് തിരികെ എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഭരണകൂടം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമല പ്രദേശത്തിൽ ഇപ്പോഴും രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിന്റെ ഒരു സഹായത്തോടു കൂടി ഒപ്പം തന്നെ കടാവർ ഡോഗുകളുടെ ഒക്കെ സഹായത്തോടു കൂടി സേനാ വിഭാഗങ്ങൾ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. പൂർണ്ണമായും മണ്ണ് മാറ്റി, അതായത് 100% ഓരോ മേഖല കേന്ദ്രീകരിച്ച് അവിടുത്തെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് പൂർണ്ണമായി മാറ്റി ഏകദേശം 40 അടിയോളം 20 അടി മുതൽ 40 അടിയോളം മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അവ നീക്കം ചെയ്ത് മാനുവലി മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഒരു പരിശോധന കൂടി നടത്തുന്നുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ ഈ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിരുന്ന ഈ ദുരന്തത്തിൽ അവിടുത്തെ ഒരു ചേട്ടൻ കൂടി നമ്മോട് ചേരുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് പറയുന്നതനുസരിച്ച് 180ഓളം പേരെ ഇനി കാണാനുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ഒരു സമീപവാസി ആയതുകൊണ്ടും ഈ കാര്യം ദുരന്തം നേരിൽ കണ്ടിട്ടുള്ള? ഞാൻ ചൂരൽമല നീലിക്കാപ്പ് പ്രദേശത്താണ് താമസം. എൻ്റെ ജോലി മീൻകച്ചവടമായിരുന്നു. ഞാൻ ഈ പ്രദേശത്തെല്ലാം അറിയുന്നതാണ്. ഇത് ഇവിടുത്തെ ശിവക്ഷേത്രമാണ്. അതിൻ്റെ പരിസരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നമ്മുടെ ഹൈസ്കൂളിലെ പ്രദേശം. അവിടെ 700-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥലം. അതിൽ അവരുടെ കുടുംബങ്ങളും കുട്ടികളെല്ലാം സ്കൂൾ റോഡ് ആ ഭാഗങ്ങളിൽ അങ്ങനെ മുണ്ടക്കൈ പ്രദേശത്തുള്ള. ഇവിടെ പുറത്തുനിന്ന് ജോലിക്ക് വന്ന അതിഥി തൊഴിലാളികളായിട്ട് ഇതൊന്നും സർക്കാർ കണക്ക് 180 അതൊന്നും ഒരു കണക്കിലാവുന്നതല്ല. പക്ഷെ അതിലും അപ്പുറം ജനങ്ങൾ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ അതിഥി തൊഴിലാളികളൊന്നും കണക്കൊന്നും ആർക്കും കിട്ടിയില്ല. വീടുകളിൽ നിന്ന് തന്നെ പോയ ആളുകളെ കണക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ 180 എന്ന് പറയുന്നത് ഒന്നും കണക്കായിട്ട് കൃത്യമായ കണക്കല്ല. അതിലും അപ്പുറം ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും പോയിട്ടുണ്ട്. അതിന് മോളെ ഇന്നലെ കിട്ടിയത്, മോനെ കിട്ടിയിട്ടില്ല. അങ്ങനെ കണക്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് കിട്ടാൻ. അപ്പോൾ ഇനി നമ്മളെ സർക്കാർ സംവിധാനം ഇതിൽ തെരച്ചിൽ ഒന്നും കൂടി ഊർജിതമായിട്ട് വന്നിക്കുകയാണെങ്കിൽ കുറേം കൂടിയും ബോഡികൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് ഈ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചൊക്കെ കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. മുണ്ടക്കൈയിലും ഒപ്പം തന്നെ പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖലകളിൽ കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. ചൂരൽമലയിൽ പലതവണ നേവിയും സൈന്യവും ഒക്കെ പലതവണ മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഈ താഴേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു താഴോട്ട് പോകാന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ താഴത്തു നിന്നാണ് എന്റെ ജ്യേഷ്ഠന്റെ മോളെ കിട്ടിയത്. അതെന്നുവെച്ചാൽ മോളില് അവരാ വീട് നിൽക്കുന്നവരുടെ അടക്കം മാന്തി ഒരു 25 അടിയിലധികം താഴ്ചയിലാണ് അവരെ വീട് നിൽക്കുന്ന സ്ഥലമല്ലേ. അവിടുന്ന് താഴെ അപ്പുറം വില്ലേജിലും അപ്പുറം പോയിട്ടാണ് എന്റെ ജ്യേഷ്ഠന്റെ മോളെ ഇന്നലെ കിട്ടിയിട്ടുള്ളത്. നസീമ എന്ന് പറയും അവരെ കിട്ടിയത്. അപ്പം ഈ ഒരു അതായത് ആ ഭാഗത്തേക്ക് കൂടുതൽ പേർ ഒഴുകിപ്പോയിട്ടുണ്ടാകാം. ഒഴുകിപ്പോയിട്ടുണ്ടാകും. ഏത് ഇവിടെ നിന്നും വിട്ട് കടലിൽ എത്തിക്കുന്നുള്ളതാണ് നമുക്ക് കണക്ക് വന്നത്. നിലമ്പൂരും കഴിഞ്ഞു പോയിട്ട് ഇപ്പൊ നിലമ്പൂർ ചാലിയാർ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ബോഡികൾ കിട്ടുന്നത്. അവിടുന്ന് എന്താ വെച്ചാൽ കല്ലും മണ്ണും മരങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നിന്നു പോകും. ബാക്കി വെള്ളം മാത്രം മുന്നോട്ട് പോകുന്നു. ആ വെള്ളത്തിൽ ഒഴുക്കപ്പെട്ട് അങ്ങനെ പോകാനാണ് മിക്ക
ബോഡികൾ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ തോട്ടം മേഖലയിലൊക്കെ തന്നെ അവിടെ കൃത്യമായി പരിശോധന നേരത്തെ നടത്തിയപ്പോഴൊക്കെ തന്നെ കുറച്ചധികം മൃതദേഹങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു, ശരീരഭാഗങ്ങളൊക്കെ. അപ്പൊ അവിടെ ഒരു അന്വേഷണം നടന്നു. അവിടെ അന്വേഷിക്കുന്നത് നല്ല ഈ തോട്ടം മേഖലയിലെ ചെടികൾ. അപ്പൊ ഈ ചെടികളിലൊന്നും ഇതൊക്കെ തേയിലത്തോട്ടം ഇതിലേക്ക് അടിച്ചു കയറി ഇതിനുള്ളിൽ പെട്ടാൽ കിട്ടാൻ വളരെ പടയോ എവിടെ ഒഴുകി പോയിട്ടുണ്ടാവില്ല, മണ്ണിന്റെ അടിയിലും ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഈ റിസോർട്ടുകളിലൊക്കെ ഒത്തിരി അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലേ? അവരുടെ ഒരു റിസോർട്ടുകളിലല്ല, എസ്റ്റേറ്റ് ലൈനുകളിൽ താമസിച്ചിരുന്ന ആളുകൾ തന്നെ ലൈനുകളൊക്കെ ഒഴുകിപ്പോയതല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് എസ്റ്റേറ്റ് ഇതിൽ അതിഥി തൊഴിലാളികൾ എസ്റ്റേറ്റ് ജോലിക്കായിട്ട് വന്ന തൊഴിലാളികളാണ്. അല്ലാതെ ഇവിടെ അതിഥി തൊഴിലാളികളായിട്ട് പുറത്ത് പണിയെടുക്കുന്നവരും ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഫാക്ടറി അതിൻ്റെ അവിടെ ലൈനിൽ മുണ്ടക്കായ് ഭാഗങ്ങളിലൊക്കെ ലൈനുകൾ താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളുണ്ട്. അത്തരം ആളുകളെ കണക്ക് കിട്ടാൻ സാധ്യതയല്ല, കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും അഭിലാഷ്, ഇവർ പറയുന്ന പോലെ തന്നെ സർക്കാർ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കണക്കുണ്ട്. 180ഓളം പേരെ കാണാനായിട്ടില്ല എന്നാണ് അവരൊരു അനൌദ്യോഗിക കണക്ക് പറയുന്നത്. പക്ഷേ ഈ പ്രദേശവാസികളാണ്, ഇവിടെ താമസിച്ചിരുന്ന ആളുകളാണ്. അവർ തന്നെ പറയുന്നതനുസരിച്ച് നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കാരണം റിസോർട്ടുകളിൽ വർക്ക് ചെയ്തിരുന്ന ലയങ്ങളിലൊക്കെ ജോലിയെടുത്തിരുന്ന അതിഥി തൊഴിലാളികളുണ്ട്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരെത്ര പേരാണ്, അവരെത്ര പേരുണ്ടായിരുന്നു ഇവിടെയൊക്കെ എന്നടക്കമുള്ള കൃത്യമായ കണക്ക് ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആളുകളുടെ എണ്ണവും ഈ ഭാഗത്തൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന നിരവധി കുട്ടികളുടെ മാതാപിതാക്കളും അവരൊക്കെ താമസിച്ചിരുന്നതുമൊക്കെ ഈ മുണ്ടക്കൈ പുച്ചിരിമട്ടം ഭാഗത്തൊക്കെയാണ്. അവിടെയൊക്കെ നിരവധി വീടുകളുണ്ടായിരുന്നു. അവരെയൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൾ ഉൾപ്പെടെ ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെടുകയും ചെയ്തു. 2 ദിവസം മുമ്പാണ് ആ ഒരു മൃതദേഹം ഈ ചാലിയാറിന്റെ സമീപത്ത് നിന്ന് ഏകദേശം ഈ ദുരന്തം നടന്ന ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സേനാവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നാണ് രാവിലെ തന്നെ 7 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അവർ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ ലഭിക്കുന്നതനുസരിച്ച് അവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അവസാന വട്ടത്തേക്ക് കൂടി ഒരു 100% ഉറപ്പിക്കുക. ഇനി അവിടെ തെരച്ചിട്ട് കാര്യമില്ല, അവിടെ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഓരോ മേഖലയിൽ നിന്നും അവർ പിൻവാങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് മുണ്ടക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ, പുഞ്ചിരിമട്ടത്തെ വിവിധ പ്രദേശങ്ങളിൽ, ഒപ്പം തന്നെ അട്ടമലയിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെയാണ് പരിശോധന നടക്കുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട ദൌത്യം എന്ന് പറയുന്നത് എയർലിഫ്റ്റിംഗ് സംവിധാനത്തോടുകൂടി സൺറൈസസ് വാലിയിൽ നടക്കുന്ന ആ ഒരു പരിശോധന തന്നെയാണ്. ഒപ്പം തന്നെ തോട്ടം മേഖലയിൽ ഈ ഒരു പുഴയുടെ ഇരു സൈഡുകളിലുമായി നിരവധി തോട്ടമുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്. അവിടേക്കൊക്കെ നിരവധി മണ്ണുകളും കല്ലുകളും മരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കൃത്യമായ പരിശോധന ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. അവിടേക്ക് കൂടിയാണ് ഇന്ന് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ കല്ലും മണ്ണും ഒക്കെ നീക്കി. കാരണം കഴിഞ്ഞ ദിവസം 18 പേർ, ഈ ഒരു റെസ്ക്യൂ ടീമിലെ 18 പേർ, സന്നദ്ധ സംഘടനയിലൂടെ 18 പേർ അവിടെ കുടുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു സൂചിപ്പാറയിൽ. അവിടെ നിന്ന് 2 മൃതദേഹങ്ങളാണ് അവർ കണ്ടെത്തുകയും ചെയ്തത്. ആ സമയത്താണ് അവിടെ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നത്. ആ മൃതദേഹം അവർ കണ്ടെത്തിയപ്പോൾ അവർ അതിനെക്കുറിച്ച് പറഞ്ഞതും അവർ ഈ തെരഞ്ഞു പോകുന്ന സമയത്ത് ഈ സൈഡ് ഭാഗത്ത്, ഈ കരകളുടെ സൈഡ് ഭാഗത്ത് മണ്ണ് കൂടി കിടക്കുകയാണ്. അത്തരത്തിൽ ഒരു കാൽപാദം കണ്ടതിനെ തുടർന്നാണ് അവർ കുഴിച്ചു നോക്കുന്നത്. ആ മണ്ണ് മാറ്റിയപ്പോൾ മൃതദേഹത്തിന് മുകളിൽ ഒരു മരമുണ്ട്. ആ മരം നീക്കം ചെയ്തപ്പോൾ അതിന് മുകളിൽ കല്ലിരിപ്പുണ്ട്, അതിന് താഴെ വീണ്ടും മണ്ണ്. അങ്ങനെ ഫുൾ മാറ്റിയതിനു ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാൻ സാധിക്കുകയും ചെയ്തത്. അത്തരത്തിൽ മണ്ണിനടിയിൽ നിരവധി പേരുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ഭാഗം, ചാലിയാറിന്റെ ഇരു സൈഡുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തും. തോട്ടം മേഖലയിലേക്ക്, ഈ പറയുന്ന തേയിലത്തോട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മൺകൂനകളായി കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇന്ന് പരിശോധന നടക്കുന്നുണ്ട്. അട്ടമല ഭാഗത്ത് നിരവധി റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള ടൂറിസ്റ്റ് മേഖലയായിരുന്നു പ്രധാനപ്പെട്ട. അവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. അവിടെ നിരവധി കുടുംബങ്ങൾ താമസിക്കുകയും ചെയ്തിരുന്നു. ആ ഭാഗത്തേക്ക് വലിയ രീതിയിൽ ഒഴുക്കുണ്ടായി. ഈ ഒരു മണ്ണ് ഇടിഞ്ഞു വന്ന് ഈ പ്രദേശത്ത് നിന്ന് അട്ടമല ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. ആ ഭാഗത്ത് കൂടി പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ മുണ്ടക്കയിൽ നിന്ന് ഒരു മൃതദേഹവും, ഒപ്പം തന്നെ ചൂരൽമലയിൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് 2 മൃതദേഹങ്ങളും ലഭിച്ചിരുന്നു. അതായത് സമീപത്ത് ഭാഗികമായി തകർന്നിട്ടുള്ള വീടുകളുണ്ട്. ഒപ്പം തന്നെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു. ആ വില്ലേജ് ഓഫീസിന്റെ മുകൾ നിലയിൽ നിന്നാണ്, ആ ടെറസ് ഭാഗത്ത് നിന്നാണ് ഒരു ശരീരഭാഗം ലഭ്യമായത്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ ഭാഗികമായി തകർന്ന വീടിന്റെ ജനലിനോട് ചേർന്ന് തങ്ങി നിൽക്കുന്ന നിലയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുകയും ചെയ്തു. അത്തരത്തിൽ ഇപ്പോഴും ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. ആ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള
തിരച്ചിൽ നടത്തുന്നുണ്ട്. ഭാഗികമായി തകർന്ന മൺകൂനകൾ ആയി നിൽക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി ഇന്ന് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അതിശക്തമായ മഴയാണ് ഇവിടെ ഉള്ളത്. അത് വലിയ രീതിയിൽ രക്ഷാദൌത്യത്തെ ബാധിക്കുന്നുണ്ട്. കാരണം ഒഴുക്ക് ശക്തമാകുന്നുണ്ട്. കൂടാതെ ഈ ഒരു മണ്ണ് നീക്കം ചെയ്യുന്നതിലും പാറയൊക്കെ മാറ്റുന്നതിലുമൊക്കെ ഈ ഒഴുക്കും ഒപ്പം തന്നെ ഈ മഴയുടെ ഒരു കാഠിന്യവും അത് വലിയ രീതിയിൽ രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളി മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ രാവിലെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. പിന്നീട് ഒന്ന് മാനം തെളിഞ്ഞു വരുന്നതായിരുന്നു കണ്ടത്. ഒരു ആശ്വാസകരമായ രീതിയിൽ ഒരു കാലാവസ്ഥ അനുകൂലമായി മാറുന്നു നമ്മൾ കണ്ടു. പക്ഷേ വീണ്ടും ഇപ്പോൾ അല്പസമയത്തിനു മുൻപ് വീണ്ടും ഈ ചൂരൽമല പ്രദേശത്തും അട്ടമല, മുണ്ടക്കൈ, പുച്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇപ്പോൾ പെയ്യുകയാണ്. അത് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അഭിലാഷ്. റൈറ്റ്. മിഥുൻ ആണ് ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. പക്ഷേ തെരച്ചിലിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഇപ്പോൾ പെയ്യുന്ന മഴയാണ്. മഴ കനക്കുകയാണ് എങ്കിൽ തെരച്ചിൽ അത്ര സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യവുമാണ് ഉള്ളത്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ വരും വാർത്തകളിൽ പങ്കുവയ്ക്കാം. മിഥുൻ, ചാലിയാറിന്റെ ആഴങ്ങളിൽ അപകടം വകവയ്ക്കാതെ തെരച്ചിലിന് ഇറങ്ങിയ നിരവധി മനുഷ്യരെ നമ്മൾ കണ്ടുകഴിഞ്ഞു. കൈവഴികളിൽ ഇനിയും സഹജീവികളുടെ അവസാന അവശേഷിപ്പ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇറങ്ങിയവരോടൊപ്പം അവനും കൂടി. വേദനകൾക്ക് മനുഷ്യനും മൃഗവും എന്ന അന്തരമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൃതദേഹങ്ങളായും അവയവങ്ങളായും ഒഴുകിയെത്തിയ സഹജീവികളെ ജീവൻ പണയം വെച്ച് കരക്കെടുപ്പിക്കുന്ന മാനുഷികത കണ്ടിട്ടാവണം അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം കുത്തിയൊലിച്ചൊഴുകുന്ന ചാലിയാർ പുഴ അതിസാഹസികമായി അവനും നീന്തിക്കടന്നു. വെറുതെ ഒപ്പം ചേർന്നതല്ല, കിലോമീറ്ററുകൾ കൂടെ നടന്നു, വഴി കാണിക്കാൻ, മണം പിടിച്ച് ലക്ഷ്യം കാട്ടിത്തരാൻ. നായ കാണിച്ച ഇടം കുഴിച്ച നിലമ്പൂരിലെ അഗ്നിശമന സേനാംഗങ്ങൾക്ക് ലഭിച്ചത് പെൺകുട്ടിയുടേത് എന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം. ഇണക്കാൻ നിന്നവർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ മറുപടി നൽകി നീന്തി പുഴ മുറിച്ച് വീണ്ടും കാട് കയറി. സേനാംഗങ്ങൾ മടങ്ങുമ്പോഴും അവൻ തിരച്ചിലിലാണ്. ഐഷത്തുൽ ഷംന, ന്യൂസ് 18, നിലമ്പൂർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ കുട്ടികളുടെ സംഭാവനകളാണ് ഇതിൽ ശ്രദ്ധേയം. പലരും അവരുടെ സമ്പാദ്യ കുടുക്കുകളുമായാണ് കളക്ട്രേറ്റുകളിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇങ്ങനെ എല്ലാവർക്കും പണം കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക്. അത് കണ്ട് ഞങ്ങൾ പഠിച്ചതാണ്. അപ്പം ഞങ്ങളുടെ സേവിങ്സ് ഫുള്ളും വയനാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അവിടെ കുറേ കുട്ടികൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാശും കൊടുത്തു. സൈക്കിളും ബുക്കും മേടിക്കാൻ. കൊച്ചു സമ്പാദ്യപ്പെട്ടി കയ്യിലെടുക്കുമ്പോൾ 6 വയസ്സുകാരി ദുവയ്ക്കും 6ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഹാറൂണിനും സംശയങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. ഇളയവൾ ദിഹയെയും പറ്റാവുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. സമ്പാദ്യക്കുടുക്കുകളുമായി മാതാപിതാക്കൾക്കൊപ്പം എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെത്തി. ചേംബറിൽ വെച്ച് കളക്ടർ NSK ഉമേഷിന് തുക കൈമാറി. ജനങ്ങളുടെ വലിയ പ്രതികരണമാണ് വയനാടിന് ലഭിക്കുന്നതെന്ന് കളക്ടർ. വയനാട്ടിൽ സംഭവിച്ച ഈ വൻ ദുരന്തത്തിന് ശേഷം നമ്മുടെ CMDRFൽ മുഖ്യമന്ത്രിയുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ നല്ല രീതിയിൽ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് കേരള സൊസൈറ്റി ആകെ ഒന്നിച്ചു നിന്നാണ് കോൺട്രിബ്യൂഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. ബിക്കോസ് ഇതുപോലെ ഒരു സമയത്ത്, ഒരു ഡിസാസ്റ്റർ സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വൈഫ് ഇടുക്കി കളക്ടർ വിഘ്നേശ്വരി, ഞാൻ എറണാകുളം കളക്ടർ, ഞങ്ങൾ രണ്ടുപേരും ചേർന്നും 1 lakh ഞങ്ങൾ ഈ CMDRFലേക്ക് ഡൊണേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും, ഇത് ഒരു ബിഗ് റീബിൽഡിംഗ് പ്രോസസ്സാണ് വയനാട്ടിൽ നടക്കേണ്ടത്. അതിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നാണ് എൻ്റെ. കലൂർ ഗ്രീഡ്സ് പബ്ലിക് സ്കൂളിലെ 6ാം ക്ലാസ്സിലെയും 1ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ് ഹാറൂണും ദിയയും.
സാമൂഹ്യ പ്രവർത്തകനായ സിദ്ദിഖ് കറുകപ്പള്ളിയുടെയും അഡ്വക്കേറ്റ് ഫാത്തിമ സിദ്ദിഖിന്റെയും മക്കളാണ് ഇരുവരും. ന്യൂസ് 18 കൊച്ചി. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, അപകടമുണ്ടാകുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ കൊച്ചുകുട്ടികൾ. അതുകൊണ്ടാണ് കുടുക്ക പൊട്ടിച്ചുള്ള സമ്പാദ്യം പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കുട്ടികൾ സംഭാവന ചെയ്യുന്നത്. എന്നാൽ ആ ബോധ്യം പോലും ഇല്ലാത്ത ചിലർ ഉണ്ട്, അതും പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവർ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കോട്ടയത്ത്. അതായത് കുട്ടിക്കൽ ദുരന്തത്തിൻ്റെ ഇരയോട് അവിടുത്തെ സഹകരണ ബാങ്കിലെ ജീവനക്കാർ അത്രമേൽ മോശമായാണ് പെരുമാറിയത്. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരും ഇടവേളയ്ക്ക് ശേഷം. രജിത, അല്പസമയത്തിന് മുമ്പാണ് തെരച്ചിൽ ആരംഭിച്ചത്. 8ാം ദിനവും തെരച്ചിൽ, വ്യാപകമായ തെരച്ചിൽ ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട്, പ്രത്യേക ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് എയർ ലിഫ്റ്റിംഗിലൂടെ ഈ ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ നേരത്തെ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മറ്റു പ്രദേശങ്ങളിലേക്ക്, ഈ സൂചിപ്പാറ അടക്കമുള്ള മേഖലകളിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെയൊക്കെ തന്നെ നേരത്തെ ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടേക്ക് ഇതുവരെയും ഈ ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ പോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എയർ ലിഫ്റ്റിംഗ് സംവിധാനത്തോടു കൂടി 12-അംഗ സംഘം ആ മേഖല. കുട്ടിക്കൽ ദുരന്തത്തിൽപ്പെട്ട ഇരയോട് സഹകരണ ബാങ്കിന്റെ ക്രൂരത. ഇരയ്ക്ക് ജപ്തി നോട്ടീസ് നൽകിയെന്ന് മാത്രവുമല്ല, അദാലത്തിന് എത്തിയപ്പോൾ അധിക്ഷേപിച്ചതായി ദുരന്തത്തിന് ഇരയായ മോഹനൻ ന്യൂസ് 18നോട് പറഞ്ഞു. എനിക്കൊരു ബാങ്ക് ലോൺ കിടപ്പുണ്ട്. എല്ലാ സഹകരണ ബാങ്ക് NTR ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ഈ വീട് പണിയാനായിട്ട് ഒരു 7 ലക്ഷം രൂപ എൻ്റെ ഭാര്യയുടെ പേരിലെടുത്തായിരുന്നു. അപ്പോൾ ഭാര്യയുള്ള സമയത്ത് തന്നെ ഒരു 2.5 ലക്ഷം രൂപ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന പൈസ അടച്ചു തീർത്തു. അപ്പോൾ എൻ്റെ പേരിലുണ്ടായിരുന്ന 5 ലക്ഷം രൂപ അടയ്ക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ലോൺ ഇങ്ങനെ ഇന്നും നിലവിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ബാങ്കുകാർ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജപ്തി നോട്ടീസൊക്കെ ഇട്ടു. എപ്പോഴും പറഞ്ഞ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ. കഴിഞ്ഞ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ, ബാങ്കിൻ്റെ ഔദ്യോഗികമായ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞ് പൈസ അടയ്ക്കണം. ഞാൻ പറഞ്ഞപ്പോൾ കഴിയുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, കഴിഞ്ഞു പോകുന്നത് തന്നെ. അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയും പൈസയൊന്നും ഇത്രയും നല്ല പൈസ അടയ്ക്കാൻ പറ്റുകയില്ല. അന്ന് എന്നോട് ബാങ്ക് എനിക്കൊരു പരിഗണന തന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപ അടയ്ക്കുകയാണെങ്കിൽ ഈ ലോൺ എഴുതി മാറ്റിക്കളെ എന്ന് വെച്ചാൽ പട്ടയക്കള്ളാസ് ആധാരം തിരിച്ചു തന്നേക്കാമെന്ന് എന്നോട് അന്നിരുന്നൊരു മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ പൈസ ഉണ്ടാകുകയില്ല. ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു, സാറേ എൻ്റെ പൈസ ഉണ്ടാകില്ല, ഇത്രയും പൈസ അടയ്ക്കാനായിട്ട് എൻ്റെ പൈസ 1 രൂപ പോലും എൻ്റെ ഉണ്ടാകില്ലാത്ത സാഹചര്യമാണല്ലോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പോന്നു. അപ്പോൾ ആ സ്കീം അവർ ക്യാൻസലും ചെയ്തെന്നാണ് എന്നോട് പിന്നെ അത് കഴിഞ്ഞ് അന്വേഷണം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ തിരുവനന്തപുരത്ത് വന്ന റീജിയണൽ മാനേജർ വന്നിച്ച് പറഞ്ഞു സംഗതി അടയ്ക്കണോ, അല്ലെങ്കിൽ പുള്ളി ഇത് ഭൂമി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അറ്റാക്ക് ചെയ്ത് ബാങ്കിന് വേണ്ടി ഞാൻ തന്നേക്കുന്നത്. എനിക്ക് ഭൂമിയോട് ഇനി താല്പര്യമില്ല, എനിക്ക് ഭൂമിയും വേണ്ട, നിങ്ങൾ അറ്റാക്ക് ചെയ്തു വിട്ടോളാമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നെ ബാങ്കിലേക്ക് വിളിച്ച്, ബാങ്കിന് അദാലത്ത് മുണ്ടക്കയത്ത് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അദാലത്ത് നടക്കുന്നുണ്ട്, അദാലത്തിൽ പങ്കെടുത്തു, നമുക്കതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാമെന്ന് ഇപ്പം ഇവിടെ നിലവിലുള്ള മാനേജർ എന്നോട് പറഞ്ഞിരുന്നു. അതും പ്രകാരം മാനേജർ പറഞ്ഞ പ്രകാരം ഞാനവിടെ അദാലത്തിൽ ചെന്ന് പങ്കെടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു മാനേജർ എന്നെ കാണിച്ച ഒരാളിൻ്റെ അടുത്തല്ല എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയ, വേറൊരു ആളിൻ്റെ അടുത്താണ് കിട്ടിയ. തീർപ്പ് കൽപ്പിക്കുന്ന മാനേജരുടെ അടുത്ത് അങ്ങേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഭാര്യ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിനെന്നാണ് ഇയാൾക്കൊരു ഭാര്യ പെണ്ണ് കെട്ടാൻ മേലെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ വേദന എന്നാന്നുള്ളത് അങ്ങേര് മനസ്സിലാക്കിയിട്ടില്ല. അതായിരിക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സാഹചര്യമാണെന്നുള്ളത് അങ്ങേർക്ക് അറിയത്തില്ല. അപ്പം ഈ സാഹചര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത് മറ്റേ ഒരാളിനോടാണ് പറഞ്ഞത്. അപ്പം അങ്ങേരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാണെന്നുള്ള എൻ്റെ ഒരു തോന്നൽ ഞാനിങ്ങനെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സാഹചര്യം ആരും അങ്ങനെ പറയാൻ വഴിയില്ല. അങ്ങനത്തെ പേര് എനിക്കറിയത്തില്ല. പുള്ളി ഈ ലോണിൻ്റെ ഒക്കെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ആൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ ലോണിൽ മുണ്ടക്കയം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്, അദാലത്ത് നടന്നത്. അവിടെ വെച്ചാണ് ഇങ്ങനെ ചോദിച്ചതിനോട് പറഞ്ഞ്
എന്നോടായിട്ട് ഉണ്ട് മറ്റേ പറഞ്ഞും വേറൊരു ബാങ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഒരാളാണ് അങ്ങേരോട് ഇങ്ങനെ പറഞ്ഞു ഭാര്യ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ അതിനോട് അയക്കൊരു പെണ്ണ് കെട്ടാൻ വരാമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ വേറൊരു ഇത് എൻ്റെ സാഹചര്യ വിഷമം എന്നാന്ന് അങ്ങേർക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചായിരിക്കും അങ്ങേര് സംസാരിക്കുന്നത് ഞാനങ്ങ് മനസ്സിലാക്കി. ആദ്യം എനിക്ക് വേണ്ടി സഹായം ചെയ്യാവുന്ന ഇപ്പം എന്തായാലും ഉള്ളൊരു മാനേജറാണ്. അങ്ങേരുടെ ഒരു കാരുണ്യം, അങ്ങേരുടെ പേര് എന്താണെന്ന് എനിക്ക് പിടിയില്ല. അങ്ങേരുടെ ഒരു കാരുണ്യം കൊണ്ടാണ് അങ്ങേര് എന്നോട് എൻ്റെ സഹതാപത്തിൽ അങ്ങേരെ കൊണ്ട് പറ്റുന്ന എന്ത് വേളും ചെയ്തു തരാം എന്നൊക്കെ അങ്ങേര് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരമാവധി ഇനി ലോണിൻ്റെ ഒഴിവാക്കി തരാമെന്ന് അങ്ങേര് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സമ്മതിച്ചില്ല. അങ്ങനെ ആകെ ഒരു പ്രശ്നമാണ് ബാങ്കിൻ്റെ ഒരു പ്രശ്നം. എനിക്ക് ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്ക് ANTR ബ്രാഞ്ചാണ്. അവിടെ നിന്നാണ് എടുത്തേക്കുന്നത്. അത് അടയ്ക്കാൻ മാർഗമൊന്നുമില്ല. അത് അടയ്ക്കുക നടപടിയില്ല. അവർ ഈ ഭൂമി ഈട് വെച്ചാൽ എടുത്തേക്കുന്നത്. അതെല്ലാം അവർ എന്നാ ചെയ്തോട്ടെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. കാരണം എനിക്ക് ഇനി അതിനോട് താല്പര്യം. ഒരാളും മരിച്ചുപോയി. അന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇതുകൊണ്ടൊക്കെ ഇവിടെ കടയുണ്ടായിരുന്നു. കടയൊക്കെ നടത്തിയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തി. കടയുണ്ടായിരുന്നു, 2-3 കന്നാലി വളർത്തി ഇങ്ങനെയൊക്കെ ജീവന്മാർക്കും പോകുമായിരുന്നു. അപ്പം ഇതൊന്നും ഇല്ലെന്നായിപ്പോയി. അതൊക്കെ കന്നാലിയൊക്കെ അന്നത്തെ രീതിയിൽ കിട്ടിയ വരയ്ക്ക് തന്നെ പിടിച്ചു കൊടുത്ത് അതിനെ വളർത്താൻ മേലാവുന്നപ്പോഴത്തേനും പിന്നെ ആൾ പോയപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. അങ്ങ് കിട്ടിയ വരയ്ക്ക് തന്നെ കൊടുത്ത് മാറി. പരാതിയോ വല്ലതും കൊടുക്കുകയോ ചെയ്തോ? ഇങ്ങനെയൊക്കെ ഒരു അധിക്ഷേപമാണല്ലോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ. ഇല്ല, അത് ഞാൻ അതിനെപ്പറ്റിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അങ്ങേരെ ഈ ഭാര്യ മരിച്ചതെന്ന് പറഞ്ഞ് നെയ്യ സാഹചര്യം മരിച്ചു എന്നുള്ളത്. സർക്കാരുകളുടെയൊക്കെ ഒരു വലിയ സഹായം സ്വാഭാവികമായിട്ട് അവരെല്ലാം പറയാറുണ്ടല്ലോ, ഈ ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള അവരുടെ കടങ്ങളൊക്കെ എഴുതി തള്ളു എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും നമുക്ക് പക്ഷേ ഫലത്തിൽ കിട്ടുന്നില്ല. കടം എനിക്ക് എഴുതി തള്ളിയിട്ടില്ല. അല്ലാതെ സർക്കാരിൻ്റെ ധനസഹായം എനിക്ക് തന്നിട്ടുണ്ട്. എത്ര ലക്ഷം? 4.5 ലക്ഷം. 4 ലക്ഷം രൂപ വീട് വെക്കുന്നതിന് വേണ്ടി തന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപ. പിന്നെ ഭാര്യ മരണപ്പെട്ടതിൻ്റെ വിധത്തിൽ 4 ലക്ഷം രൂപയും പിന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപ 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട് സർക്കാരിൻ്റെ വകുപ്പിൽ നിന്ന്. ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. 2021 കുട്ടിക്കൽ ദുരന്തത്തിൽ ഉണ്ടായ അപകടത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു ഇരയുടെ പ്രതികരണം ആണ് നമ്മൾ കേട്ടത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശ്രീജിത്ത് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ വയനാട്ടിലെ ദുരന്ത സമയത്ത് ഇത് യഥാർത്ഥത്തിൽ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ പരസ്യങ്ങൾ പത്രങ്ങളിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റു മാധ്യമങ്ങളിലടക്കമൊക്കെയുണ്ട്. അതിലേക്ക് സംഭാവന ചോദിക്കുന്ന സർക്കാരിന് ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്തെങ്കിലും ഒരു നിശ്ചിത തുക നൽകിയത് കൊണ്ടൊന്നും അവരുടെ ജീവിതം തിരികെ പിടിക്കുക എന്നത് സാധ്യമല്ല. ഇവിടെയാകട്ടെ ഒരു സഹകരണ ബാങ്കാണ് ഇത്തരത്തിൽ ക്രൂരമായി ഇടപെടൽ നടത്തുന്നത്. അയാളെ വീണ്ടും പെണ്ണുകെട്ടിക്കുക എന്നതൊന്നും അല്ല ഉദ്യോഗസ്ഥന്റെ ജോലി. അയാളുടെ സാമ്പത്തിക സ്ഥിതി എന്ത്, അയാൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ, അയാളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം അങ്ങേയറ്റം അധിക്ഷേപകരമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അത് എത്രത്തോളം അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുമല്ലോ. നമുക്ക് വരും വാർത്തകളെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ വിഷയമെങ്കിലും എന്താണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ശ്രീജിത്ത്? അഭിലാഷ, തീർച്ചയായും വയനാടിനൊപ്പം നിൽക്കുകയാണ് കേരളം ഒന്നാകെ. സർക്കാരും എല്ലാ സർക്കാർ സംവിധാനങ്ങളും അവിടെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് കരുതാം. പക്ഷെ അതിനിടയിൽ ഈ മുൻപ് ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരകളായ മനുഷ്യരുടെ അവസ്ഥ എന്ത് എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് കൂട്ടിക്കലേക്ക് പോയത്. അവിടെ എത്തിയപ്പോഴാണ് ഈ മനുഷ്യൻ നമ്മളോട് ഈ പ്ലാപ്പള്ളിയിലുണ്ടായ ദുരന്തത്തിന്റെ ഇരയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ സരസമ്മ അന്ന് മരിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായും തകർന്നു. ഇദ്ദേഹം സംസാരിക്കുന്നതിന്റെ തൊട്ട് പിന്നിൽ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ വീട്. ഈ വീടിന് മുകളിൽ കൂടിയാണ് അന്ന് ഉരുൾ ഒലിച്ച് താഴേക്ക് പോയത്. അവിടെ ഏതാണ്ട് 4 പേരും, തൊട്ട് താഴെ പ്ലാപ്പള്ളിയിൽ 6 പേരും, അങ്ങനെ കൊക്കയാറ് ഏതാണ്ട് 10ഓളം പേര്, അങ്ങനെ 10-22 പേർ മരിച്ചൊരു ദുരന്തമായിരുന്നു ഇത്. ഇനി എത്ര മരണമാണെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇതൊരു വലിയ നടുക്കുന്ന വേദന തന്നെയാണ്. അവിടെ അദ്ദേഹം ഈ വയനാട് ദുരന്തം ഒക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി ജീവിക്കണോ എന്നൊരു തോന്നലാണ്. അന്ന് തന്നെ അങ്ങ് പോയിരുന്നെങ്കിൽ
എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ബലാത്സംഗ കേസുകളിലൊക്കെ ഇരകളെ വീണ്ടും പലപ്പോഴും കോടതികളിൽ പോയി വാദപ്രതിവാദങ്ങൾ നടത്തി അവരെ വീണ്ടും ഫലത്തിൽ റേപ്പിന് വിധേയമാക്കുന്നതിന് സമാനമായ സ്ഥിതിയാണ്. ഒരു ഇരയാണ് ഇത്. ഇവരുടെ മാനസികാവസ്ഥ എന്ത് എന്ന് പോലും നമ്മുടെ ഉദ്യോഗസ്ഥർ പലരും ചിന്തിക്കുന്നില്ല. എല്ലാ ഉദ്യോഗസ്ഥരുമല്ല, രാപകലില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന നിരവധി മനുഷ്യരുള്ള നാട് തന്നെയാണിത്. വയനാടും അത് തന്നെയാണ് തെളിയിക്കുന്നത്. പക്ഷേ അവിടെ ഇത്തരം ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഈ സമയത്ത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ സമയത്ത് ഈ ഒരു വാർത്ത, ഇതൊരു നെഗറ്റീവാണ് ഈ വാർത്ത, ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ സർക്കാരുകൾ ഇതെല്ലാം, അതായത് കടമെല്ലാം എഴുതി തള്ളും എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയാണ് ഒരു സഹകരണ ബാങ്ക്, കോട്ടയം ജില്ലാ സഹകരണ ബാങ്ക് പിന്നാലെ നടക്കുന്നു എന്ന് മാത്രമല്ല, ഈ NDR ബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ പല സമീപനങ്ങളും ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അവിടുത്തെ മാനേജർ. പക്ഷേ ഈ അദാലത്തിലെത്തിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ കടം എഴുതി തെള്ളിയോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് തനിക്ക് വേറെ പെണ്ണ് കെട്ടിക്കൂടെ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമായ ഒരു മനുഷ്യനാണ്. എന്തൊരു ക്രൂരതയാണ് ഈ മനുഷ്യരോട് ഇത്തരം ചില ഉദ്യോഗസ്ഥർ കാട്ടുന്നത് എന്നത് കൂടിയാണ് ഈ സംഭവത്തിൽ ഉള്ളത് എന്നത് സത്യത്തിൽ വളരെ വേദനയോടുകൂടി പറയേണ്ടി വരികയാണ്. കാരണം ഈ മനുഷ്യന്റെ അടുത്ത് നിന്ന് നമ്മൾ ഇതൊന്നും കേൾക്കാനല്ല പോയത്, ഇവരുടെ ഒരു പുനരധിവാസം എങ്ങനെയെന്നൊക്കെ അറിയാനായിരുന്നു പോയത്. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു സങ്കടകരമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉള്ള സങ്കടം കൊണ്ടുകൂടി പറയുകയാണ്. യഥാർത്ഥത്തിൽ സഹകരണ മന്ത്രിയുടെ ജില്ല കൂടിയാണ്. തീർച്ചയായും ഇതിലൊരു നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ ആര് എന്ന് അദ്ദേഹത്തിനെതിരെ പരാതി പറയാൻ പോലും ശക്തനല്ല ഈ പറയുന്ന മനുഷ്യൻ. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ചിന്തിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ സാഹചര്യം കൂടി ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായില്ല. എന്റെ വേദന എന്ത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. അതാണ് ആ സാമാന്യ മര്യാദ പോലും മറുഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല ശ്രീജിത്ത്. ഇതിലിപ്പോൾ 2021 ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു ദുരന്തമൊക്കെ ഉണ്ടായി അത് റിക്കവർ ചെയ്യാനുള്ള ഒരു സമയം പോലും ലഭിച്ചിട്ടില്ല. 3 വർഷമാകുന്നതേ ഉള്ളൂ. എത്ര സമ്പന്നനായിരുന്ന ഒരാൾക്ക് പോലും അത് ഉൾക്കൊള്ളാനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ ഈ വ്യക്തി പറയുന്നുണ്ടല്ലോ 2.5 ലക്ഷം രൂപ ഞാൻ തിരിച്ചടച്ചു എന്ന് പറയുമ്പോൾ, അതായത് സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എന്തോ ഒരു കട നടത്തിയിരുന്നു, പശുക്കളെ വളർത്തിയിരുന്നു. അപ്പോൾ ഒരു ബാങ്കിനെ കബളിപ്പിച്ച വ്യക്തിയല്ല, തുടക്കത്തിൽ പണം നൽകാത്ത വ്യക്തിയല്ല. ഇതൊക്കെ ബാങ്കിനും അറിയാവുന്ന കാര്യമാണ്. ഇത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ തീർച്ചയായും അവിടെ ഇടപെടേണ്ടവർ ഇടപെടുക, കൈത്താങ്ങാവേണ്ടവർ കൈത്താങ്ങാവുക. അതിനപ്പുറത്ത് അവരെ വീണ്ടും നോവിക്കുന്ന സമീപനം അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒന്ന് തന്നെയല്ലേ ശ്രീജിത്ത്? തീർച്ചയായും അഭിലാഷ്, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കടയായിരുന്നു ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. ഈ കട ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ഈ കടയിൽ നിന്ന 4 മനുഷ്യരാണെന്ന് ഈ ഉരുൾപൊട്ടലിൽ വിധേയനായ ഒരു കൊച്ചുകുട്ടി അലനടക്കമുള്ള 4 പേർ അന്ന് മരിക്കുന്നത്. ഈ കട പൂർണ്ണമായും ഒഴുകിപ്പോയി. പിന്നീട് ഈ സ്ഥലത്ത് തന്നെ ജീവിക്കാൻ കഴിയില്ല. അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് നിന്ന് മനുഷ്യർ പലായനം ചെയ്യുന്ന, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് പിന്നെ ആ ഒരു ഓർമ്മയിൽ ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. കൂട്ടിക്കലിനെ സംബന്ധിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. ഏതാണ്ട് 25ഓളം വീട് CPM നൽകിയിട്ടുണ്ട്, 8ഓളം വീട് സേവാഭാരതി നൽകിയിട്ടുണ്ട്. അങ്ങനെ വിവിധ സന്നദ്ധ സംഘടനകളും ഒക്കെ അവിടെ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ മനുഷ്യർ പിന്നെയും വേട്ടയാടപ്പെടുന്നു എന്ന വാക്ക് തന്നെ പറയേണ്ടി വരും. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കട ആശ്രയിച്ച ആൾക്ക് പിന്നീട് വേറൊരു, അതായത് മരവിച്ച് ജീവിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇനി ജീവിക്കണോ എന്ന സംശയം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് തന്നെ. അവിടെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും തുടക്കത്തിൽ കാര്യക്ഷമമായി ഇടപെടാറുണ്ട്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന ഫോളോ അപ്പ് ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പിന്നീടൊന്നും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഫലത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഒരു ദുരിതാശ്വാസം, ഒരു വീട് വെച്ച് കൊടുത്തത് കൊണ്ടോ മാത്രം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തതുകൊണ്ടോ, ഒരു നഷ്ടപരിഹാരം കൊടുത്തതുകൊണ്ടോ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വാർത്ത ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും സർക്കാരിന്റെ ഇടപെടൽ ഫലപ്രദമായി തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. തീർച്ചയായും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വരെ നമുക്ക് ഈ വാർത്തയിൽ തുടരേണ്ടതുണ്ട്. വരും വാർത്തകളിൽ നമുക്ക് വിശദമായി ഇത് പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഈ നേരത്തെ ഉണ്ടായ ദുരന്തത്തിൽ പെട്ടുപോയവരുടെ അവസ്ഥ, അവരുടെ സാമൂഹിക പശ്ചാത്തലം. ആ പ്രദേശത്തിൻ്റെ പോലും സ്വഭാവം മാറിയിട്ടുണ്ടാകാം. ഇനി അവിടെ ഒരു കടയൊന്നും തുടർന്നാൽ അത് വിജയിക്കണമെന്നില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് പറിച്ചു നടപ്പെടുകയോ മറ്റൊരു വരുമാന മാർഗം കണ്ടെത്തുകയോ ഒന്നും ചെയ്യുക ഇവർക്ക് സാധ്യമല്ല. അവർ മാനസിക ആഘാതത്തിൽ നിന്ന്
ഉണരുന്നതിന് പോലും സമയമെടുക്കുമെന്ന സാമാന്യ ബോധം നമ്മുടെ അധികൃതർക്ക് ഉണ്ടാകട്ടെ. കവളപ്പാറ എന്ന ഗ്രാമത്തെ ചിതറിച്ച് കളഞ്ഞ 2019 മണ്ണിടിച്ചിൽ ദുരന്തം. മരിച്ച 59-ൽ 37 പേരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ദുരന്തത്തെ അതിജീവിച്ചവർ ഇന്ന് പല നാടുകളിൽ ആണ്. ഒന്നായി ഉണ്ടായിരുന്നവർ ഇന്ന് പലരായി മാറി. ഇന്നും ഈ ദിവസം അവരെല്ലാം ഒന്നിക്കും, ഓർമ്മിക്കും. കോളനി മൂപ്പൻ ചാത്തൻ കണ്ണീരിൽ കുതിർന്ന ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. കവളപ്പാറ ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് ആ മേഖലയിലെ ആദിവാസികൾക്കാണ്. അവരിൽ പലരും ഇന്നും ആ മണ്ണിനടിയിലാണ്, ഓർമ്മയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ചാത്തൻ മൂപ്പനാണ്. മൂപ്പൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു ആ മേഖലയിലും അന്ന് മുഴുവൻ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കുടുംബങ്ങളും ആയിരുന്നു. എല്ലാം മണ്ണിനടിയിൽ പോയി. ദുരന്തത്തിന് ശേഷം പലരും പല ഭാഗത്തായി. ദുരന്തത്തിന് ശേഷം ഞങ്ങൾ പലരും പല വഴിക്കായിട്ട് പോയി. പിന്നെ ക്യാമ്പിലായിട്ട് ഇവിടെ അവിടെയൊക്കെ ആയിട്ടാണ്. പിന്നെ സർക്കാർ ഒരു വീട് വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പം അതിലൊക്കെ ചെന്ന് പാർക്കലുണ്ട്. എനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നതിൻ്റെ ഒരു ഇത് മുഴുവൻ പോയി അല്ലേ? ഒരുമിച്ച് നിന്ന എല്ലാ ഇതും പോയി. ഇപ്പോൾ 5 കൊല്ലത്തിനിപ്പുറം അവിടെ പോകാറുണ്ടോ? ഇപ്പോൾ കവളപ്പാറ പോകാറുണ്ടോ? പോകാറുണ്ട്. കവളപ്പാറ പോകാറുണ്ട്. കൊല്ലം പോയിട്ടാണ് വരുന്നത്. ഞങ്ങൾക്കൊരു അടിയന്തരമൊക്കെ ഉണ്ട്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ദൈവം കൊരുതി. ആ ദൈവം കൊരുതിക്ക് ഞങ്ങൾ കൊല്ലം അവിടെ കൂടും. എല്ലാവരും കൂടിയിട്ട് അവിടെ കൊടുക്കും. ആ സമയത്ത് എല്ലാവരും വരും അല്ലേ? എല്ലാവരും വരും, മക്കളും എല്ലാവരും വരും. അത് ഏത് മാസം? എങ്ങനെ? അത് മീനമാസത്തിലാണ്. ഇപ്പൊ ഈ ഇപ്പോഴും കാണാതെ പോയതിൽ ഏറ്റവും അധികം മൂപ്പന്റെ വേണ്ടപ്പെട്ടവരല്ലേ? 10ഓളം അല്ലെ? 10 പേര്. അതെ അതെ, ഇപ്പോഴും കാണാതെ പോയ ഏറ്റവും കാണാതെ പോയ കൂട്ടത്ത് ഏറ്റവും എനിക്കാണ് നഷ്ടപരിഹാരം വന്നത്. നമ്മളെ കുടുംബങ്ങളാണ് പോയിക്കുന്നത് മൊത്തം. എത്ര പേര് അറിയോ? 10 പേരാണോ? 16 പേര് പോയി. 11 പേരെ കാണാനില്ല ഇപ്പോഴും മണ്ണിനടിയിലല്ലേ? 11 പേരെ ഇപ്പൊ കാണാനില്ല, മണ്ണിനടിയിലാണ്. അന്ന് ഈ തെരച്ചിലൊക്കെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്താൻ വേണ്ടിയൊക്കെ നോക്കിയിരുന്നല്ലോ. അന്ന് എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത്? ഇവരെ കാണാതെ ആയിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണോ? അവര് അത്രയും ദിവസങ്ങൾ അവർ തെരഞ്ഞിട്ട് കിട്ടാനിട്ട് കാണാനിട്ടും അവർ ഇനി ഇതിനെ പറ്റി നോക്കിയിട്ട് കാര്യമല്ല, ഒക്കെ ഗ്രഹിച്ചു പോയി, എന്തോ അറിയില്ല എന്നും പറഞ്ഞു കേട്ടോ അവിടെ നിർത്തിയതാണ് അവർ. നിങ്ങളത് സമ്മതം ഉണ്ടായിരുന്നോ അന്ന് നിർത്താൻ? ഞങ്ങളെ സമ്മതം ഉണ്ടായിരുന്നു. അത്രയും ദിവസം നിന്നതല്ലേ, പിന്നെ തെരഞ്ഞിട്ട് കാര്യമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനല്ല സമ്മതിച്ച്, നമ്മളെ ബാക്കിക്കാരെല്ലാവരും കൂടിയിട്ട് സമ്മതിച്ചു. എനിക്ക് വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു, ഒന്നും കൂടി തരാനെന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തോ കാണാതായ ആൾക്കാർ? കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ എല്ലാ വർഷവും ആ ദിവസം അവിടെ പോകൂലേ? എല്ലാവരും ആ ദിവസം പോകും. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് വീടെല്ലാം കിട്ടി, അതല്ലാതെ വേറെ എന്തെങ്കിലും സർക്കാരിൻ്റെ സഹായമൊക്കെ കിട്ടിയോ? ഗവൺമെന്റ് സർക്കാരിന്റെ സഹായത്തിൽ തന്നെ വീടെല്ലാം കിട്ടിയിട്ടുണ്ട്. നിലവിലൊക്കെ സർക്കാരിന്റെ സമീപനമൊക്കെ തൃപ്തികരമാണ്. 5 വർഷം കഴിയുമ്പോൾ ആ മേഖല ഇപ്പോൾ ആകെ കാട് പിടിച്ച് ആനയൊക്കെ ഇറങ്ങുന്ന പോലെ കൈ കിടക്കുകയാണ്. പോയിരുന്നു അവിടെ? പോയിരുന്നു. ഞാൻ ഇപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആകെ ആന നിന്നാലും കാണൂല, പേടിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാം. ആ സ്ഥലം ഒന്ന് മെമ്പർമാരെല്ലാവരും കൂടിയിട്ടൊന്ന് സർക്കാരും കൂടിയിട്ടൊന്ന് നിരത്തി തരുവാണെങ്കിൽ കൂന കൂടി കിടക്കുക. അത് നിരത്തി തരുവാണെങ്കിൽ ഞങ്ങൾ വല്ല പറങ്കിമാവെങ്കിലും വെക്കുമായിരിക്കും. സർക്കാർ അത് കേൾക്കുന്നില്ല ഇപ്പോഴും. സർക്കാർ അത് കേൾക്കുന്നില്ല ഇപ്പോൾ. അതാണ് നമുക്കൊരു പറയാനുള്ള അഭ്യർത്ഥന അല്ലേ? അതന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് അതാണ്. നമുക്കിപ്പോൾ ഈ 10 സെന്റ് സ്ഥലം കൊണ്ടൊന്നും ആയില്ലല്ലോ. നമ്മൾ ഇതിനകത്ത് കൃഷി 240 മരങ്ങളും പിന്നെ റബ്ബർ ഉണ്ടായിരുന്നു. പിന്നെ പാടത്ത് ഫുള്ള് കവുങ്ങും തെങ്ങും ഉണ്ടായിരുന്നു. നല്ല വരുമാനം ഉണ്ടായിരുന്നു എനിക്ക്. അത്രയും ഞങ്ങൾ 3/4 ഭാഗം ആൾക്കാർക്കൊക്കെ വരുമാനം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. എനിക്ക് മാത്രമല്ല 3/4 ഭാഗം ആൾക്കാർക്കൊക്കെ വരുമാനം ഉണ്ടായിരുന്നു. എന്നെ പോലെ വരുമാനം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവര് ആ വരുമാനത്തിനനുസരിച്ച് നമുക്ക് തന്നിട്ടില്ലല്ലോ. 10 സെന്റ് സ്ഥലത്തൊരു വീടും ജീവിക്കാനുള്ള ഉപജീവനല്ലേ എപ്പോഴും. അതെ, അതാണെങ്കിലും സർക്കാർ പരിഗണിക്കുന്നതിന്റെ പ്രതീക്ഷ അല്ലേ? അത്രേ ഉള്ളൂ. അത് പറയാ
ഇതിൽ ഈ കാണാതെ ഇപ്പോഴും മണ്ണിനടിയിലുള്ളത് നിങ്ങളെ അനിയനും ആരൊക്കെ അങ്ങനെയുള്ളവർ? അളിയന്, പിന്നെ ഒരു മരുമകൻ, ഇങ്ങനെ ഒരു 10-11 ആൾക്കാർ കാണാനുണ്ട് കുടുംബത്തിൽ തന്നെ. അവരൊക്കെ കുടുംബക്കാരാണ്. അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? അവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും കൊല്ലത്തിലൊരു പ്രാവശ്യം അവിടെ ഒരു കൂടലുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും കൂടി കൂടും. എന്നാണെങ്കിലും ഉള്ളുകൊള്ളുന്ന ഓർമ്മകളാണ് ചാത്തമൂപ്പ് നമ്മളോട് പങ്കുവച്ചത്. സർക്കാരിൻ്റെ ഇടപെടൽ ആ മേഖലയ്ക്ക് ഇനിയും വേണമെന്നൊരു അഭ്യർത്ഥനയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയനാട്ടിലെ ദുരന്തം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നീറ്റലായി തുടരുന്നതിനിടയിലാണ് പഴയകാല ദുരന്തങ്ങൾ അതിജീവിച്ചവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് എന്നുകൂടി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു വാർത്ത, ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ആണ്. അത് തുടരുമോ എന്നതിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തതയില്ല. തുടരണം എന്നാണ് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത്. അതേസമയം കാലാവസ്ഥ പ്രതികൂലം ആണ് എന്നാണ് ഹൈക്കോടതിയിൽ കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നടക്കമുള്ള ചില യന്ത്രസാമഗ്രികൾ എത്തിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഈ പുഴയിലെ ഗംഗാവലിയിലെ അടിയൊഴുക്ക് ഇപ്പോഴും ശക്തമാണ്. അതുകൊണ്ടാണ് തെരച്ചിൽ സാധ്യമല്ല എന്ന് പറയുന്നത്. അർജുൻ്റെ കുടുംബം ഷിരൂരിൽ തന്നെ തുടരുകയാണ്. അവർ കൂടി ഈ സാഹചര്യമൊക്കെ വിലയിരുത്തിയ ശേഷം കൂടുതൽ വ്യക്തമായൊരു നിലപാട് ഇനിയും തുടരേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ കുറച്ചുകൂടി വ്യക്തമായ നിലപാട് കൈക്കൊള്ളും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പങ്കുവയ്ക്കാനുള്ളത്, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതരമായ ചികിത്സാ പിഴവ്. മുറിവിനൊപ്പം കയ്യുറ കൂടി തുന്നിക്കെട്ടി. അസഹ്യമായ വേദനയെ തുടർന്ന് ബാൻഡേജ് അഴിച്ചു നോക്കിയപ്പോഴാണ് കയ്യുറ കണ്ടെത്തിയത്. നെടുമങ്ങാട് സ്വദേശി ഷിനുവിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. പുറത്തു കാണാൻ പറ്റാത്ത തരത്തിൽ ആണ് താനും കയ്യുറയുടെ ഭാഗം. ഈ ദൃശ്യം ആണിപ്പോൾ ന്യൂസ് 18 ലഭിച്ചത്. PV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, അങ്ങേയറ്റം ഗുരുതരമാകുന്ന അനാസ്ഥ. നമുക്കറിയാം, ഒരു പ്രസവിച്ച യുവതിയുടെ വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടവും ആക്ഷേപവും പ്രതിഷേധവും ഒക്കെ തുടരുന്നത് കേരളത്തിൽ സജീവ ചർച്ചയാണ്. അതിനിടയിലാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, എങ്ങനെ സംഭവിച്ചു എന്ന അത്ഭുതം തോന്നുന്ന ഈ പിഴവ് സംഭവിച്ചത്. അഭിലാഷ്, പുറത്ത് കാണാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കയ്യുറയുടെ ഭാഗം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നെടുമങ്ങാട് സ്വദേശിയായ ഷിനു നെയ്യാറ്റിൻകര സ്വദേശിയാണ്. നെടുമങ്ങാട് വാടകയ്ക്ക് താമസിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരുന്നു ഈ ശസ്ത്രക്രിയ നടത്തിയത്. മുതുകിൽ ഒരു പൊള്ളൽ ഉണ്ടായതിനെ തുടർന്ന് അത് സർജറി ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് പോവുകയും അസഹ്യമായ വേദന അനുഭവപ്പെടുകയുമായിരുന്നു. ഇത് ബാൻഡേജ് കൊണ്ട് മറച്ചിരുന്നു. തുന്നിക്കെട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബാൻഡേജ് കൊണ്ട് മറച്ചിരുന്നു. പക്ഷേ അസഹ്യമായ വേദന അനുഭവപ്പെടുകയും പിന്നീട് പഴുപ്പ് പോലെ ഈർപ്പം പുറത്തേക്ക് വരികയും ചെയ്തു. ഈ സമയത്ത് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഷിനുവിൻ്റെ ഭാര്യ തന്നെയാണ് ഈ ബാൻഡേജ് മാറ്റുന്നത്. ആ ബാൻഡേജ് മാറ്റുന്ന സമയത്താണ് വളരെ വ്യക്തമായി പുറത്ത് കാണാവുന്ന തരത്തിൽ ഈ മുറിവിനോട് ചേർന്ന് കയ്യുറയുടെ ഭാഗം തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ആ കയ്യുറയുടെ ഭാഗമാണ്. ഇത് മുറിവിനകത്തല്ല, ഏതെങ്കിലും തരത്തിൽ അബദ്ധം പറ്റി മുറിവിനകത്ത് ആയി എന്ന നിലയിലല്ല, മറിച്ച് ഒരു തുന്നിക്കെട്ട് പൂർത്തിയാക്കുമ്പോൾ ഇത്രയും വലിയൊരു ഭാഗം പുറത്തിരിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന ഒരു വിശദീകരണമാകുമോ ഇനി ഈ ഡോക്ടറും അവിടെ അതോടൊപ്പം ശസ്ത്രക്രിയയ്ക്ക് ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും പറയുക എന്നതാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത്രയും പ്രകടമായി വളരെ പ്രത്യക്ഷമായി നമുക്ക് കാണാവുന്ന തരത്തിൽ വലിയൊരു ഭാഗം കയ്യുറയുടെ വലിയൊരു ഭാഗമാണ് ഇങ്ങനെ മുറിവിനോട് ചേർത്ത് തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നത്. ഇതിനുള്ളിലും ഇതിൻ്റെ ഭാഗമായുള്ള ആ ഒരു കയ്യുറയുടെ ഭാഗം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇതിനുള്ളിലേക്കും ഈ റബ്ബറിൻ്റെ ഭാഗം ഉണ്ടാകും. കാരണം മുറിവിനോട് ചേർത്താണ് ഇത് ഇങ്ങനെ തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നത്. ഷിനു പറയുന്നത് വീട്ടിലേക്ക് എത്തി അത് ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത ദിവസങ്ങളിലേക്ക് പോകുമ്പോഴേക്കും മുറിവ് വലിയ വേദന അനുഭവപ്പെടുന്ന നിലയിലേക്ക് മാറി.
നീര് വരികയായിരുന്നു. തുടർന്നാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഇത് അഴിച്ചു നോക്കുന്നത്. അഴിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ കയ്യുറയുടെ ഭാഗം ഇരിക്കുന്നു. അതിലേക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ ഒരു യുവതിയുടെ വയറിനുള്ളിൽ കത്രിക കുടുങ്ങുകയും അത് കെ വി ഗണേഷ് കുമാർ തന്നെ നിയമസഭയിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാഷ കടുത്തുപോയി എന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇങ്ങനെ ഡോക്ടർമാരും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അവരെ രോഗികളോ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരോ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായി കേസെടുക്കണം. അത്തരം കാര്യങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. ഡോക്ടർ വന്ദനയെ പോലുള്ള അവരുടെ ജീവൻ നഷ്ടമായതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാരണവശാലും ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ തിരികെ ആരോഗ്യ പ്രവർത്തകരും അത്തരം ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിരുത്തരവാദപരമായ സമീപനം എങ്ങനെയാണ് ഈ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന ചോദ്യമാണ് വരുന്നത്. കാരണം വളരെ പ്രത്യക്ഷത്തിൽ വളരെ പ്രകടമായി ഒരു കയ്യുറയുടെ ഭാഗം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് തുന്നിക്കെട്ടി അവിടെ ബാൻഡേജ് ഒട്ടിച്ചു വിടാൻ എങ്ങനെയാണ് കഴിയുക ഒരു ഡോക്ടർക്ക് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും അങ്ങേയറ്റം നിരുത്തരവാദിത്തപരമായ ഗൗരവമുള്ള പിഴവ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞൊഴിയുമോ, അതിനപ്പുറത്ത് ആശുപത്രിയിൽ നിന്ന് വിട്ടപ്പോൾ കയ്യുറ ഉണ്ടായിരുന്നില്ല, ഷിനുവിൻ്റെ ഭാര്യ അഴിച്ചു പിന്നീട് കയ്യുറ ഫിറ്റ് ചെയ്തതാണ് എന്ന തരത്തിലൊക്കെയുള്ള വിചിത്രമായ റിപ്പോർട്ട് പോലുമൊക്കെ ഉണ്ടായേക്കാം. ഈ വരും വാർത്തകളിലും നമുക്ക് വിനോദിത വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ആശുപത്രി അധികൃതരുടെ പ്രതികരണം എന്ത് എന്നതൊക്കെ കണ്ടറിയണം. കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ പോലും ഡോക്ടർമാരെ ന്യായീകരിക്കുന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ആരോഗ്യ കേരളം കണ്ടിട്ടുള്ളതുമാണ്. തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ പേരിലേക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ട്. നെല്ലിമൂട് കണ്ണറവിള സ്വദേശിയായ യുവാവ് രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. സമീപത്തെ കുളത്തിൽ നിന്ന് രോഗബാധ ഉണ്ടായി എന്നാണ് ഇപ്പോഴും സംശയിക്കുന്നത്. തിരുവനന്തപുരം കണ്ണറവിളയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 24-കാരനായ അഖിൽ എന്ന ചെറുപ്പക്കാരൻ മരിച്ചത്. അഖിലിനോടൊപ്പം ഈ സമീപത്തെ കുളത്തിൽ കുളിച്ചവർക്കും രോഗബാധയുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് 2 പേർ ആശുപത്രിയിലാണ്. ഈ കുളത്തിൽ ആണോ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ കുളിക്കുന്നത്? സാർ, ഒരു 60ഓളം പേര് ഈ കുളത്തിൽ തന്നെയാണ് കുളിക്കുന്നത്. കാരണം ഇവിടെ വെള്ളം വേറെ ഒരു സ്രോതസ്സില്ല. അപ്പൊ അതുകൊണ്ട് ആ കുളത്തെ എല്ലാവരും തന്നെ ആശ്രയിക്കുന്നവരാണ്. ഈ 60 പേരും അതിൽ കുളിച്ചവരാണ്. ആ കുളിച്ചവരിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ കൊച്ചിന് വരെ ശരിക്കും പറഞ്ഞ ജലദോഷത്തിന്റെ ആരംഭം വരുന്നുണ്ട്. അപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ശരിക്കും ഇത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്നോ എത്രത്തോളം ഇതിന്റെ ഒരു വ്യാപ്തി ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചും മരിച്ചിട്ട് ഇന്നിപ്പം 13-14 ദിവസമായി. അത് കഴിഞ്ഞാണ് ഇവർക്കൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ കണ്ട് ഇങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ധാരാളം ആളുകൾ കുളിക്കുന്ന കുളമാണ്. ഈ കുഞ്ഞും കുളിച്ചെന്ന് പറയുന്നു. കുഞ്ഞിനും ജലദോഷമുണ്ട്. ഇത് ആരോഗ്യവകുപ്പിന്റെ എന്തെങ്കിലും പരിശോധന എന്തെങ്കിലും ഒന്നും നടത്തിയിട്ടില്ല ഇതുവരെ. ഈ കുഞ്ഞിന്റെ മാത്രമല്ല, വേറെ ഒരുപാട് പേര് കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒരുപാട് കുഞ്ഞുങ്ങളും അത് ചെയ്യുന്നതാണ്. അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ഒരിത് വന്നിരിക്കുന്നത് പറയുന്നത് 40 പേര് നിരീക്ഷണത്തിലാണ്, അങ്ങനെയാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ ഇവിടെ നടന്നിട്ടില്ല. ഈ മരണ ദിവസം വന്ന് പിറ്റേന്നും വന്ന് എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവർ പോയതല്ലാതെ ഇതിന് തുടർ നടപടികളോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല അവര്. ഇങ്ങനെ ഉണ്ടായ സമയത്ത് ഇവിടെ ഗവൺമെന്റ് ആശുപത്രി വെൺപകലാണ് ആദ്യം ഉള്ളത്. ആ ആശുപത്രി കൊണ്ടുപോയി ഈ ലക്ഷണം മൊത്തം പറയുന്നുണ്ട്. അപ്പൊ എന്റെ അനിയന് നല്ല ബോധമുണ്ട്, ഓർമ്മയുണ്ട്. ആ ഡോക്ടർ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പാരസെറ്റമോൾ കൊടുത്ത് വീട്ടിലേക്ക് വിടുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെയ്യാറ്റിങ്കരയും ഗവൺമെന്റ് ആശുപത്രിയാണ്. അവിടെയും ചെന്ന് ഇതേ രോഗലക്ഷണം പറഞ്ഞിട്ട് അവര് ജസ്റ്റ് ഒരു തലവേദനയുടെ പനിയുടെ ഗുളിക കൊടുത്തു വിട്ടു. അപ്പോഴും ഇതിന് ഇങ്ങനെ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഇതാണെന്ന് അവരും ചിന്തിച്ച് ഇതുപോലെയുള്ളവരടുത്ത് പറയുന്നുമില്ല. അതിന്റെ ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ അതിന്റെ സ്കാനിങ്ങിനോ അങ്ങനെ ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒന്നും ചെയ്യാനും കൊടുത്തിട്ടില്ല. ഇവിടെ വന്ന് പിന്നെയും കൂടുതലായപ്പോഴാണ് അടുത്തുള്ള KV എന്ന് പറഞ്ഞ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ആ ഡോക്ടറിന്റെ അടുത്തും ഈ രോഗവിവരം പറഞ്ഞപ്പോഴാണ് ആ ഡോക്ടർ സ്കാനിങ് എന്ന് പറഞ്ഞ ഒരു കടമയിലേക്കും ആ റിപ്പോർട്ടിലേക്കൊക്കെ അവരാണ് നീങ്ങിയപ്പോഴാണ് ആ റിസൾട്ട് കിട്ടിയപ്പോഴാണ് അണുക്കൾ ബാധിച്ചു. അപ്പൊ തന്നെ ആള് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയി. 3 ദിവസത്തോളം ആയി ഈ പോക്കും വരവും കാര്യങ്ങളും. 4ാമത്തെ ദിവസമാണ് ഇവിടുന്ന് കോലഞ്ചേരി എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ വരുന്നത്. അപ്പൊ ആ ഡോക്ടർ വിചാരിച്ചേക്കുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സർജറി ചെയ്തതിന്റെ ആകാം എന്നാ. പക്ഷെ അണുക്കളാന്നുള്ളത് ആ ഡോക്ടറിന് മനസ്സിലായി.
അവിടെ വന്നപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ ആദ്യം ചോദിച്ചത്, ഈ കൊച്ചു കുളത്തിൽ നിന്നെങ്ങാനും കുളിക്കുന്നുണ്ടോ, ഇവരെവിടെയാണ് കുളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഈ കുളത്തിലേക്ക് ചൂണ്ടുന്നത്. അത് ഇപ്പോഴും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഈ കുളം തുറന്നു വിടാൻ നെഗറ്റീവ് ആകും അല്ലെങ്കിൽ ആയേക്കാം എന്ന് ഞങ്ങൾ പറയുന്നത്, ഈ കുളം തുറന്നു വിടാൻ പിറ്റേ ദിവസം മുതൽ ആൾക്കാർ ഇവിടെ വന്നു, DMO ഇവിടെ വന്നു, ഹെൽത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവർ ഇവിടെ വന്നു. എല്ലാവർക്കും അവരുടെ ആവശ്യം ഈ കുളം തുറക്കണം. ഈ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആളുകളെല്ലാം ഭയപ്പാടിലാണോ? അതെ, ഭയപ്പാടിലാണ്. ആൾക്കാർക്കെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്ന ശേഷം നല്ല രീതിയിലൊരു ഭയമുണ്ട്. മകൻ ഇപ്പോ ഐസിയുലാണോ? ഇപ്പം ഐസിയുലായിരുന്നു, ഐസിയിൽ മാറ്റി. അവന്റെ അനുജനും ഇപ്പോ ഈ മൂക്കിൽ നിന്നുള്ള സ്രവം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ പൊതുവെ ഇവിടെ 4 പേര് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒരാൾ മരണപ്പെട്ടു. അതിനൊന്നും ഒരു നടപടികളും ഈ ഇവിടെ DMO വന്നെന്നൊക്കെ പറയുന്നതല്ല, പറഞ്ഞു. അത് വന്ന് സാമ്പിൾ എടുത്തിന് പോയതിനു ശേഷം ഇതുവരെ അതിന് യാതൊരു മറുപടിയോ അല്ലെങ്കിൽ റിസൾട്ടിന്റെ ഒന്നും ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. അഖില് നേരത്തെ അപകടത്തിൽപ്പെട്ടു, അതിന്റെ തലവേദനയും പനിയും ഒക്കെ ആണെന്നാണ് കരുതുന്നതാണ് പറയുന്നത്. എന്തായിരുന്നു, എങ്ങനെയാ? മോന് 17-ാം തീയതി തൊട്ടാണ് സുഖമില്ലാതായത്. അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു തല. അപ്പം ഞങ്ങൾ കൊണ്ടുപോയി തല സ്കാനിങ് ചെയ്തു. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കണ്ണാശുപത്രി കാണിച്ച് കണ്ണ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ ഈ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ മോന ഒന്ന്. അപ്പം മോള് ചോദിച്ചായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേറെ എന്തെങ്കിലും. അപ്പോൾ പറഞ്ഞു ചെറുതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, നിങ്ങൾ മോനെ ഓപ്പറേഷൻ ചെയ്ത് ആ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ശനിയാഴ്ച കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ 20-ാം തീയതി കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഞങ്ങളെ മോനെ നോക്കിയ ഡോക്ടർ അവർ പറയുന്നുണ്ട് മോനെ അതിന്റെ ഒരു പ്രശ്നവും ഇല്ല, ഓപ്പറേഷൻ ചെയ്തതിന്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, മോനിങ്ങനെ അണുബാധയാണ് തലയിൽ ഉള്ളതെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പൊ പിന്നെ മോളാണ് കയറി ഐസിയുവിനകത്ത് കയറി എല്ലാം സംസാരിച്ചതൊക്കെ. അപ്പൊ ഞാൻ പുറത്തിരിക്കുകയായിരുന്നു. അപ്പൊ മോളടുത്താണ് ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ മോളാണെല്ലാം പറഞ്ഞത്. അവളടുത്താണെല്ലാം പറഞ്ഞത്. എന്റെ മകൻ നഷ്ടപ്പെട്ട് ഇനി ഇപ്പൊ കിടക്കുന്ന കുഞ്ഞുങ്ങളെ അവരുടെ ജീവൻ നഷ്ടപ്പെടല്. ഞാനൊരമ്മയാണ്. എന്റെ 27 വയസ്സായ മകൾ മരിച്ച് ആ തീ എന്താണെന്ന് അറിയാന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി ഒരു മക്കൾക്കും ഈ ഒരു ആപത്ത് വരല്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആശുപത്രിയിലായിരിക്കുന്ന ഒരു മക്കൾക്കും ഒരു ഇതും വരുത്തല്ലെന്നാണ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രോഗവ്യാപനം ഉണ്ടായി എന്ന് കരുതുന്ന കാവിൻകുളം കുളത്തിൽ കുളിച്ച ആളുകൾക്ക് കൂടുതൽ പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കൃത്യമായ പരിശോധന ആരോഗ്യവകുപ്പ് നടത്തുന്നില്ല എന്ന പരാതിയാണ് ഉന്നയിക്കപ്പെടുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് തോന്നുന്നത്? തലവേദനയുണ്ട്, കഴുത്തിന് ചെറിയൊരു വേദനയുണ്ട്, പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ബുദ്ധിമുട്ട് വെച്ചിട്ട് ഇന്നലെ പോയിരുന്നു മെഡിക്കൽ കോളേജ്. പോയപ്പോഴത്തേക്ക് ആദ്യം വെൺബൽ ഹോസ്പിറ്റലിൽ പോയി. അവർ നേരെ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അവിടെ പോയപ്പോഴത്തേക്കും ECG എടുത്തു, അല്ല ബ്ലഡ് ചെക്ക് ചെയ്തു. ബ്ലഡിൽ ഇത് അറിയാൻ പറ്റത്തില്ലെന്ന് ഇന്ന് മെമ്പർ വന്നപ്പോഴും പറഞ്ഞത് ബ്ലഡിൽ അറിയാൻ പറ്റൂലെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പോകുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയാണ്, ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റില്ല. കൃത്യമായ പരിശോധന നടത്തുന്നില്ല എന്നുള്ളതാണ്. നടത്തുന്നില്ല. നാട്ടുകാർക്ക് ഒരു സംതൃപ്തി നൽകുന്ന രീതിയിലല്ല ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എന്നൊരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. ബിപിൻ മുരളിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ തീയണയുന്നില്ല. ആ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പോവുകയും ചെയ്യുന്നത്. അവിടെ കൃത്യമായി പരിശോധന നടത്തും. കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടാകാമെന്നുള്ള ഒരു നിഗമനം കൂടി ഈ ഒരു സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഇപ്പോൾ നടത്താൻ നീക്കം നടത്തുന്നത്. കൂടാതെ തന്നെ ഇതിനു പുറമെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം അടക്കമുള്ള ഭാഗങ്ങളിലും ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. രാവിലെ സേനാ വിഭാഗങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ട്. കൂടാതെ അല്പസമയത്തിന് മുമ്പാണ് NDRFന്റെയും ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. അല്പസമയത്തിന് മുമ്പാണ് അവരെ ഇവിടുന്ന് ബെയിലി പാലം വഴി ബംഗ്ലാദേശിൽ കലാപം അടങ്ങിയിട്ടില്ല. കൊള്ളയും കൊള്ളിവെപ്പും വ്യാപകമായി തന്നെ തുടരുകയാണ്. അതേസമയം പാർലമെന്റ് പിരിച്ചുവിട്ടു. ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രസിഡന്റിന്റെ പ്രതികരണം. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. എവിടെയായിരിക്കും രാഷ്ട്രീയ അഭയം തേടുക എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം പെട്രോപോളിലെ ബംഗ്ലാദേശ് അതിർത്തി ഇന്ത്യ അടച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രതയാണ് ഈ മേഖലയിലടക്കം തുടരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൃഷ്ണേന്ദു ആണ് ചേരുന്നത്. കൃഷ്ണേന്ദു, കഴിഞ്ഞ ദിവസം തന്നെ സൈനിക നേതാവ് വ്യക്തമാക്കിയതാണ് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന്.
അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനിസിന് ഇടക്കാല സർക്കാരിനെ നയിക്കാൻ അനുവദിക്കണമെന്നുള്ളതാണല്ലോ വിദ്യാർത്ഥികളുടെ ആവശ്യം. ഏത് തരത്തിൽ ഉള്ള നീക്കങ്ങൾ ആണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത്? അഭിലാഷ്, ഒരു ഇന്ററിം ഗവൺമെന്റിന്റെ സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഇന്ററിം ഗവൺമെന്റ്, അതായത് സൈന്യത്തിന്റെ ജനറൽ ചീഫായ വക്കറുസ് റഹ്മാന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഇന്ററിം ഗവൺമെന്റ് രൂപീകരിക്കാനാണ് സാധ്യത. ഈ ഗവൺമെന്റിൽ നേരത്തെയുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസിനും അതുപോലെ എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്വം ഒരുപോലെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു കലാപത്തിന്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം 10 മണി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൺഡേ അതായത് ഞായറാഴ്ച തൊട്ട് മുന്നത്തെ ദിവസം ഒരു വലിയ രീതിയിലുള്ള കലാപം നടക്കുകയും ഏകദേശം 100ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതിൽ 14 പോലീസുകാരും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ ഏകദേശം 10 മണിയോടുകൂടി കലാപക്കാർ, അതായത് ഈ പ്രതിഷേധക്കാർ ധാക്കയിൽ ഒത്തുകൂടുകയായിരുന്നു. ഒത്തുകൂടുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഹൈവേയും മറ്റ് റോഡുകളും ഉപരോധിച്ച് ധാക്കയിലേക്ക് നീങ്ങിയത്. ഇവർ ഏകദേശം 11:30 പോലീസുകാരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ആദ്യം ഇവർ പോലീസുകാരുമായി ഏറ്റുമുട്ടി, പോലീസുകാർ വെടിയുതിർത്തു. ഈ ഒരു പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. 6 പേർ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം 12 മണിയോടുകൂടി ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചു. അതായത് ഗവൺമെന്റ് ഇടപെട്ടാണ് ഈ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചത്. അതായത് ഇതിനു മുന്നേ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചിരുന്നെങ്കിലും അത് സൈന്യത്തിന്റെ ഇടപെടലിലായിരുന്നു. ഇന്നലെ 12 മണിയോടുകൂടി ഗവൺമെന്റിന്റെ ഇടപെടലോടുകൂടി ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചു. ശേഷം 1 മണിക്ക് അവാമി ലീഗിന്റെ സ്റ്റുഡന്റ് സംഘടനയായ ഛാത്ര ലീഗ്, ഇവരും തീർച്ചയായും അവാമി ലീഗ് ആയുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. കൃഷ്ണേന്ദു സൂചിപ്പിക്കുന്ന പോലെ ഈ അവാമി ലീഗ് പ്രവർത്തകർ, അവരുടെ പോഷക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെയായുള്ള ഏറ്റുമുട്ടലാണ് ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെയായിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തുന്നത്. കൃഷ്ണേന്ദു, ഇപ്പോഴും ഇന്ത്യ ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യലായുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നറിയുന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ ആശയവിനിമയം നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള ആശയവിനിമയം. അങ്ങനെ രാജ്യം അതീവ ഗൗരവത്തോടെയാണല്ലോ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കൃഷ്ണേന്ദു, ഈ ഇന്ത്യയിൽ തുടരുകയാണിപ്പോൾ ഷെയ്ഖ് ഹസീന. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് രാജ്യം ഈ കലാപത്തെ നോക്കിക്കാണുന്നത്, രാഷ്ട്രീയ സാഹചര്യത്തെ? തീർച്ചയായും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അതായത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് ഹസീനയുടെ പിതാവായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, ഇദ്ദേഹവും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. ആ കാലം മുതലുള്ള ബന്ധമാണ് ഇന്ത്യയുമായിട്ടുള്ളത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇന്ത്യക്ക് വെല്ലുവിളികൾ നിരവധിയാണ്. വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ കുടിയേറ്റം, അതായത് ബോർഡറിൽ ഇപ്പോൾ BSF സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുടിയേറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താനാവാത്തൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആക്രമിക്കാനുള്ള സാധ്യതയും അതായത് ഒരു 10%, അവരുടെ ജനസംഖ്യയിൽ ഒരു 10% വരുന്ന ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുടെ ഒരു കുടിയേറ്റം ഇന്ത്യ ഏത് സമയത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി തന്നെയാണ്. അതേ സമയത്ത് ആളുകളുടെ ഗുഡ്വിൽ എന്നുള്ളതും ഒരു പ്രതിസന്ധിയായിട്ട് തുടരുകയാണ്. അഭിലാഷ്, റൈറ്റ്. ബംഗ്ലാദേശിൽ ഇപ്പോഴും തീ അണയുന്നില്ല. വലിയ പ്രതിഷേധമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് സൈനിക ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്, നൊബേൽ പുരസ്കാര ജേതാവാണ്. അങ്ങനെ മുഹമ്മദ് യൂനിസിനെ ആയിരിക്കണം ഇടക്കാല സർക്കാരിനെ നയിക്കാൻ ഏൽപ്പിക്കേണ്ടത് എന്ന ആവശ്യം വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ എന്ത് നിലപാടായിരിക്കും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ, ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി പാർട്ടി, അതോടൊപ്പം തന്നെ നാഷണലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ സ്വീകരിക്കുക എന്നതൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത്. സൈന്യത്തിൻ്റെയും പ്രസിഡന്റിൻ്റെയും ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളാണിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാജ്യം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ തന്നെ പെട്രോപോളിലെ ബംഗ്ലാദേശ് അതിർത്തി ഇന്ത്യ അടച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി
ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി ജയശങ്കർ, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ ആശയവിനിമയം നടത്തി. ഇന്ന് ഇത് വിശദമായി ചർച്ച ചെയ്യുന്നതിന് 10 മണിക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്യും. കൃഷ്ണൻ ഇത് സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് ഹസീനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. 5 പതിറ്റാണ്ടിന് മുമ്പ് ഹസീനയുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ഇന്ത്യയായിരുന്നു അഭയം നൽകുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇന്ത്യയിലായിരിക്കുമോ മറ്റു രാജ്യങ്ങളിലേക്ക് ഷെയ്ഖ് ഹസീന പുറപ്പെടുമോ എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഒളിമ്പിക്സിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ദിനം ആണ്. ഇന്ന് പുരുഷ ഹോക്കി ടീം സെമി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങുകയാണ്. ജർമ്മനിയെ ആണ് നേരിടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗുസ്തിയിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നുണ്ട്. വിനേഷ് ഫോഗട്ടിന് പ്രീ ക്വാർട്ടർ പ്രതീക്ഷ ആണ് ഉള്ളത്. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനാണ് ഇന്ന് ഇറങ്ങുന്നത്. ക്വാർട്ടറിലേക്ക് കടന്നാൽ മെഡൽ ഏതാണ്ട് ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും സ്വർണ്ണ പ്രതീക്ഷ എന്നത് ജാവലിനിൽ ആണ്. നീരജ് ചോപ്ര ഇന്ന് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പാരീസിൽ കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വാർത്താരംഭം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.